ഓവർലാപ്പിംഗ് ഒരു ടെക്നിക്സ് ആണെന്നും നമുക്ക് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള സെൻസിനെ കൂടുതൽ ഡെവലപ്പ് ആക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഓവർലാപ്പിംഗ് എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മളൊരു ചിത്രമോ ഒരു കവിതയോ ഒരു ആർട്ടോ കാണുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫീലിങ്ങുകളും നമ്മൾ ഒരുമിച്ച് അനുഭവിക്കുന്നതാണ് സിനസ്തേഷ്യ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഓവർലാപ്പിങ്ങിനെ പറ്റിയും സിനസ്തേഷ്യയെ പറ്റിയും എങ്ങനെയാണത് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ ഒന്ന് പരിശീലിക്കുകയാണ്. നമ്മളതിൻ്റെ എക്സാമ്പിൾസും എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കി പോവുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഡെമോ ചെയ്യുകയും ചെയ്യും. 2 or more representative system are accessed simultaneously. ഒരേ സമയത്ത് ഒന്നിലധികം റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റത്തെ നമുക്ക് ലഭ്യമാകുന്ന രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ ഓവർലാപ്പിംഗ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ മാറ്റിക്കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഫീലിനെയാണ് നമ്മൾ സിനസ്തേഷ്യ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ഫീലിനെയാണ് നമ്മൾ സിനസ്തേഷ്യ എന്ന് പറയുന്നത്. ഓവർലാപ്പിംഗ് റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം നമുക്ക് വിയിൽ നിന്ന് കെയിലേക്കോ കെയിൽ നിന്ന് വിയിലേക്കോ മാറ്റാൻ പറ്റും. അതുപോലെ എയിൽ നിന്ന് കെയിലേക്കോ കെയിൽ നിന്ന് എയിലേക്കോ മാറ്റാൻ പറ്റും. അതുപോലെ എയിൽ നിന്ന് വിയിലേക്കോ വിയിൽ നിന്ന് എയിലേക്കോ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ വിയിൽ നിന്ന് എയിലേക്കും എയിൽ നിന്ന് കെയിലേക്കും കെയിൽ നിന്ന് എയിലേക്കും കെയിൽ നിന്ന് വിയിലേക്കും ഇങ്ങനെ ഏത് തലത്തിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ ഏതാണോ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ളത് അത് കണ്ടെത്തിയിട്ട് നമ്മൾ മറ്റതിൻ്റെ സഹായത്തോടു കൂടി ഫേവേർഡ് ആയ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടി മാറ്റുന്ന രീതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സി ഫീൽ സർക്യൂട്ട്, വിഷ്വൽ കിനസ്തറ്റിക് സർക്യൂട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഹിയർ ഫീൽ സർക്യൂട്ട്, അതുപോലെ ഓഡിറ്ററി ഫീൽ സർക്യൂട്ട്, ഓഡിറ്ററി കിനസ്തറ്റിക് സർക്യൂട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സി ഹിയർ ഫീൽ സർക്യൂട്ട്, ഇത് മൂന്നും വരുന്ന സർക്യൂട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്. അപ്പം ഇതിനാണ് നമ്മൾ ശരിക്കും ഓവർലാപ്പിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ലിമിറ്റേഷൻസ്, ഈ വേണ്ട പോലെ എല്ലാ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റവും നമുക്ക് ഡെവലപ്ഡ് ആയിട്ടില്ലെങ്കിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്ന് റീകോൾ മെമ്മറീസ്, പഴയ ഓർമ്മകൾ ഓർത്തെടുക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. എന്തിനാണ് നമ്മൾ ഈ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റത്തെ ഓവർലാപ്പ് ചെയ്യുന്നത് എന്നതിൻ്റെ ഉത്തരം കൂടിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്തിനാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റത്തെ ഓവർലാപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ആൻസർ കൂടിയാണ് നമ്മൾ പറയുന്നത്. നമുക്കങ്ങനെ എല്ലാ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റത്തിൻ്റെയും നമുക്ക് ഒരു ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് റീകോൾ ചെയ്യുന്നതിൽ പരിമിതികളുണ്ടാവും. അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് മീനിങ് കൊടുക്കുന്നിടത്ത് നമുക്ക് പരിമിതികളുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഇൻട്രാക്ട് വിത്ത് വേൾഡ്, ചുറ്റുവട്ടവുമായിട്ട് ലോകവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നിടത്ത് പരിമിതികളുണ്ടാവും. ഈ പരിമിതികളൊക്കെയും നമുക്ക് പരിഹരിക്കുന്നതിന് സഹായകമാവുക എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം ഒരുമിച്ച് ഉപയോഗിക്കാൻ കഴിയുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്തുകൊണ്ട് ഈ ലിമിറ്റേഷൻസ് ഉണ്ടാവുന്നു എന്ന് വെച്ചാൽ 2 റീസൺ ഉണ്ട്. ഒന്ന്, നമുക്ക് പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ട്രോമ, ആഘാതങ്ങൾ കാരണം, എന്തെങ്കിലും ട്രോമാറ്റിക് ഇൻസിഡന്റ് കാരണം അങ്ങനെ സംഭവിക്കാം. 2, അണ്ടർ ഡെവലപ്ഡ് റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം, ഏതെങ്കിലും ഒരു റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം നമ്മൾ അമിതമായി ഉപയോഗിച്ചത് കൊണ്ട് മറ്റൊന്ന് അണ്ടർ ഡെവലപ്ഡ് ആവാം. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം അണ്ടർ ഡെവലപ്ഡ് ആണെങ്കിലും നമുക്ക് ഈ സംഗതികൾ ആക്സസ് ചെയ്യുന്നതിൽ ലിമിറ്റേഷൻ ഉണ്ടാവും. വേണ്ട പോലെ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുന്നതിന് ലിമിറ്റേഷൻ ഉണ്ടാവും. അത്തരം ഘട്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓവർലാപ്പിംഗ്. ഈ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റത്തെ ഡെവലപ്ഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം ഡെവലപ്ഡ് ആവും. ഈ രീതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? ഐഡൻറ്റിഫൈ അണ്ടർ റെപ്രസെൻറ്റഡ് മൊഡാലിറ്റി, ഏത് മൊഡാലിറ്റിയാണ് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ളത് എന്ന് കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്തുന്നുള്ളത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതാണ്. ബിഗിൻ വിത്ത് ഫേവേർഡ് റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം, നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുന്ന റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം വെച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഓവർലാപ്പ് അണ്ടർ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം, ഫേവേർഡ് ആയിട്ടുള്ളതിലേക്ക് നമ്മൾ
അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഓവർലാപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഫ്യൂച്ചർ പീസ്. ഇങ്ങനെ 5 സ്റ്റെപ്പുകളാണ് ഓവർലാപ്പിങ്ങിനുള്ളത്. ഇത് നമ്മൾ അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോവുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. എക്സാമ്പിൾ. ഇപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. എന്താണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്? അണ്ടർ ഡെവലപ്ഡ് റെപ്രസെന്റേറ്റീവ് സിസ്റ്റം. ഉദാഹരണത്തിന് നമ്മളിവിടെ വിഷ്വൽ അണ്ടർ ഡെവലപ്ഡ് ആണെന്ന് എടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ശരിക്ക് വിഷ്വലിലാണ് വർക്ക് ചെയ്യേണ്ടത്. വിഷ്വലിനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ വിഷ്വലിനെയാണ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ഫേവേർഡ് റെപ്രസെന്റേറ്റീവ് സിസ്റ്റം എടുക്കും. ഉദാഹരണത്തിന് ഫേവേർഡ് ഇവിടെ എ ആണെന്ന് കരുതുക, ഓഡിറ്ററി ആണെന്ന് കരുതുക. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് വിത്ത് എ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് ഓവർലാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതെങ്ങനെയെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയും. പ്രാക്ടീസ് ചെയ്യും, പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യും, പിന്നെ നമ്മൾ ഫ്യൂച്ചർ പേസ് ചെയ്യും. ഈ രീതിയിലാണ് നമ്മൾ ഓവർലാപ്പ് ചെയ്യുന്നത്. ഈ ഒരു സ്ലൈഡ് മനസ്സിൽ വെക്കണം. നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.